പണ്ടൊട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാവും. ബീഫോ പോർക്കോ ചിക്കനോ സാമ്പാറോ അവിയലോ തോരനോ നോൺ വെജ് ആയാലും വെജ് ആയാലും അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ. പിന്നെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് അച്ചാറോ ചക്ക വരട്ടിയതോ മാങ്ങ വരട്ടിയതോ എന്തെങ്കിലും കൊടുത്ത് വിടുകയും ചെയ്യും. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കരുതി കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കുന്നു. കാരണം എൻ്റെ അമ്മ 3 നേരം കുക്കിംഗ് ചെയ്യുന്നുണ്ട്, വരുന്നവർക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, കൊടുത്തയക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാനായിട്ടൊരു വീട് റൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായത് കുക്ക് ചെയ്യുക 3 നേരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനേക്കാൾ വലിയൊരു ടാസ്ക് ആ ഒരു പരിപാടിയില്ല. കുക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, ആ പാത്രം കഴുകി വെക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്തൊരു ഭക്ഷണത്തിന് നേരം പിന്നെയും അതൊക്കെ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും കറികൾ മസാലകളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ നമുക്ക് ഇത്രയും ടാസ്ക് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും അന്ന് ഞാൻ അത്ര വലിയ ഗ്രേറ്റ് കുക്കൊന്നുമല്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ. ഞാൻ കുറച്ച് പറഞ്ഞ ഒരു പെർഫോമേറ്റീവ് കുക്കാണെന്ന് ഞാൻ പറയേണ്ടി വരും. അതായത് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്കറിയാം. അതുകൊണ്ടുള്ള വിശപ്പൊക്കെ മാറാൻ പറ്റുന്ന ആളുകൾ എൻ്റെ കൂടെയുള്ള ആളുകളും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോന് വേണ്ടിയിട്ട് ഞാൻ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭാവിയിൽ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പോസ്റ്റ് ചെയ്യും. ആൻഡ് ബൈ ദ വേ, പണിയെടുക്കുന്ന വീഡിയോസ് ഇല്ലേ, ഈ കുക്കിംഗ് പണികൾ വീട്ടുപണികൾ, ആ വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. കാരണം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തിനീ ആളുകൾ വീട്ടുപണി എടുക്കുന്ന വീഡിയോസൊക്കെ അധികം പോസ്റ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്കറിയാം അതിന് നല്ല വ്യൂസൊക്കെ കിട്ടുന്ന അറിയാണ്ടല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും വിചാരിക്കും ഈ വീട്ടുപണി എടുക്കുന്നത് എന്ത് രസമാണ് വീട്ടുപണി എടുക്കാൻ, ഇത്രയും ക്ലീനാക്കി ഒരു കിച്ചൺ വയ്ക്കാൻ. പക്ഷെ മക്കളെ, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പണി ശരിക്കും വേറെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയും. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എന്ത് റിസർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ പണിയാണെങ്കിലും ഈ വീട്ടുപണി എടുക്കുന്ന പണീനെക്കാട്ടി നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടുപണി എടുക്കുന്നത് കാണിച്ച് ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ ഞാനില്ലേ.